ഓക്കെ ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ഒരു ഇമേജ്, അതുപോലെ ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞു. കൂടാതെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമേജസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാറ്റ്ലാബിൽ എങ്ങനെ ഒരു ഇമേജ് റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യാം, അതുപോലെ അത് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം. സോ ഹൗ ടു റീഡ്, റൈറ്റ് ആൻഡ് ഡിസ്പ്ലേ ആൻ ഇമേജ് ഇൻ മാറ്റ്ലാബ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് മാറ്റ്ലാബ് ഇമേജ് ഫോർമാറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, മാറ്റ്ലാബ് ഇമേജ് ഫോർമാറ്റ്സ്. ഇമേജസ് മെയിൻലി രണ്ട് ടൈപ്പ് ഉണ്ട്, റാസ്റ്റർ ഇമേജസും വെക്റ്റർ ഇമേജസും. അതിൽ പിക്സൽ ബേസ്ഡ് റെസൊല്യൂഷൻ ഡിപ്പെൻഡൻറ്റ് ഇമേജസിന് നമ്മൾ റാസ്റ്റർ ഇമേജസ് ഓർ ബിറ്റ് മാപ്സ് എന്ന് വിളിക്കും. കർവ് ബേസ്ഡ് റെസൊല്യൂഷൻ ഇൻഡിപെൻഡൻ്റ് ആയ ഇമേജസിനെ നമ്മൾ വെക്റ്റർ ഇമേജസ് എന്ന് വിളിക്കും. അപ്പോൾ ഇമേജസ് മെയിൻലി രണ്ട് ടൈപ്പ് ഉണ്ട്, raster images and vector images. Pixel based resolution dependent imagesനെ raster images or bitmaps എന്ന് വിളിക്കും. Curve based resolution independent imagesനെ vector images എന്ന് വിളിക്കും. മാറ്റ്ലാബിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് raster images ആണ്. അപ്പോൾ raster imagesന് എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എക്സാമ്പിൾ ഇപ്പോൾ JPG ഫോർമാറ്റിലുള്ള ഇമേജസ്, PNG ഫോർമാറ്റിലുള്ളത്, JPEG, BMP, ടിഫ് അല്ലെങ്കിൽ ഗിഫ് ഫോർമാറ്റിലുള്ള ഈ ഫോർമാറ്റ്സിൽ വരുന്ന ഇമേജസ് ആണ് റാസ്റ്റർ ഇമേജസ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പോൾ മാറ്റ്ലാബിൽ കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് ഇമേജ് ഫോർമാറ്റ്സ് ആണ് JPEG, ഗിഫ്, PNG, EPS, ടിഫ് ഒക്കെ. സോ ഫസ്റ്റ് JPEG ആണ്. ഇപ്പോൾ JPEG ഇമേജസിന് നമ്മൾ .jpg അല്ലെങ്കിൽ JPEGയുടെ അബ്രിവിയേഷൻ എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്ട് ഗ്രൂപ്പ് ഓർ ജോയിൻറ്റ് പിക്ചർ എക്സ്പേർട്ട് ഗ്രൂപ്പ് അങ്ങനെയും പറയാറുണ്ട്. സോ ഈ ഒരു ഫോർമാറ്റിലുള്ള ഇമേജസ് റീസൈസ് ചെയ്താൽ ക്വാളിറ്റിക്ക് റിഡക്ഷൻ സംഭവിക്കും. അതായത് ഹൈ ക്വാളിറ്റി ഇമേജസ് ഒന്നും ക്രിയേറ്റ് ചെയ്യില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോർമാറ്റിന് നമ്മൾ ലോസി ഫോർമാറ്റ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ്ണാണ് ഗിഫ്. ഗിഫ് എക്സ്റ്റൻഷൻ .gif ആണ് ഗ്രാഫിക് ഇമേജ് ഫോർമാറ്റ്. ഇത് ആനിമേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇമേജ് ഫോർമാറ്റാണ്. സ്മോളർ സൈസായിരിക്കും ഇത്തരം ഈ ഒരു ഫോർമാറ്റിലുള്ള ഇമേജസിനുള്ളത്. കൂടാതെ ട്രാൻസ്പാരൻറ്റ് ഇമേജസിനെയും കൂടി ഇവ സപ്പോർട്ട് ചെയ്യും. സോ ഇത്തരം ഇമേജസ് പോർട്ടബിൾ കൂടിയാണ്. ഇതിൽ 256ഓളം കളേഴ്സിനെ ഈ ഇമേജ് സപ്പോർട്ട് ചെയ്യും. അതാണ് ഈ ഒരു ഇമേജിൻ്റെ പെക്യുലാരിറ്റി. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് PNG ആണ്. സോ PNG ഇമേജസ് പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ്. സോ .png ആണ് അതിൻ്റെ എക്സ്റ്റൻഷൻ. നമ്മൾ പറഞ്ഞു ഗിഫ് ഇമേജസ് 256ഓളം കളേഴ്സിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ PNG ഫോർമാറ്റിലുള്ള ഈ ഒരു ടൈപ്പ് 16 മില്യൺ കളേഴ്സിനെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, സോ ഇതിനെ ലോസ്ലെസ് ഇമേജ് ഫോർമാറ്റ് എന്ന് പറയാറുണ്ട്. കാരണം ഈ ഒരു ഫോർമാറ്റിലുള്ള ഇമേജസ് നമ്മൾ കംപ്രസ് ചെയ്താലും ക്വാളിറ്റിയിൽ ഡീഗ്രഡേഷൻ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ ലോസ്ലെസ് ഇമേജ് ഫോർമാറ്റ് എന്ന് പറയാറുണ്ട്. കൂടുതലും കോംപ്ലക്സ് ആയ ഇമേജസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഫോർമാറ്റാണ് PNG ഫോർമാറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് EPS. EPSൻ്റെ എക്സ്റ്റൻഷൻ .EPS ആണ്, എൻകാപ്സുലേറ്റഡ് പോസ്റ്റ്സ്ക്രിപ്റ്റ്. അതാണ് അതിൻ്റെ അബ്രീവിയേഷൻ. സോ അഡോബ് ഇല്ലുസ്ട്രേറ്റർ ഓർ കോറൽ ഡ്രോ തുടങ്ങിയ ആപ്ലിക്കേഷൻസിലാണ് ഈ ഒരു ഫയൽ ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വണ്ണാണ് ടിഫ്. ടിഫ് മീൻസ് .tif ആയിട്ടാണ് നമ്മൾ അതിൻ്റെ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നത്. ടാഗ്ഡ് ഇമേജ് ഫയൽ ഫോർമാറ്റാണ്. ഫോട്ടോഗ്രാഫ് ആൻഡ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഇതിനൊക്കെ വേണ്ടിയാണ് ഈ ഒരു ഫയൽ ഫോർമാറ്റ് യൂസ് ചെയ്യുന്നത്. ഹൈ ക്വാളിറ്റി ഇമേജ് സ്റ്റോർ ചെയ്യാൻ അനുയോജ്യമായുള്ളൊരു ഫയൽ ഫോർമാറ്റാണ് ടിഫ്. ഇതൊക്കെയാണ് മാറ്റ്ലാബിലെ മെയിൻ ഇമേജ് ഫോർമാറ്റ്സ്. ഈ ഫോർമാറ്റ്സിൽ വരുന്ന എല്ലാ ഇമേജസിനെയും മാറ്റ്ലാബ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മൾ ഇമേജ് പ്രോസസ്സിംഗ് റിലേറ്റഡ് പ്രോജക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഇമേജസിന് നമുക്ക് മാറ്റ്ലാബിലേക്ക് റീഡ് ചെയ്യേണ്ടതായിട്ട് വരും.
അതുകൊണ്ട് തന്നെ ഈ ഒരു ഇമേജസ് ഉള്ള അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇത്തരം ഇമേജസിന് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ പെട്ടെന്ന് മാറ്റ്ലാബിലേക്ക് ബ്രൗസ് ചെയ്തെടുക്കാനും പ്രോസസ്സ് ചെയ്യാനും വേണ്ടി നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഇമേജസിന് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് കുറച്ച് ഇമേജസ് അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ കൂടാതെ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, മാറ്റ്ലാബിനകത്ത് ഒരു ഇമേജ് പ്രോസസ്സിംഗ് ടൂൾ ബോക്സ് അവൈലബിൾ ആണ്. സോ ഈ ടൂൾ ബോക്സിനകത്ത് ഒരു ലിസ്റ്റ് ഓഫ് ഫങ്ഷൻസ് ആണുള്ളത്. ഈ ഒരു ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നതിലൂടെ ഈ ടൂൾ ബോക്സ് ഒരു വൈഡ് റേഞ്ച് ഓഫ് ഇമേജ് പ്രോസസ്സിംഗ് ഓപ്പറേഷൻസിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇമേജ് പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഏതൊക്കെയാണ് എന്നാണ്. സോ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഫോർ ഇമേജ് പ്രോസസ്സിംഗ്. സോ അതിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് IM-READ. IM-READ യൂസ് ചെയ്യുന്നത് ഇമേജസിനെ റീഡ് ചെയ്യാൻ വേണ്ടിയാണ്. സോ നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഡിഫറെൻറ്റ് ഇമേജ് ഫോർമാറ്റ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ PNG, JPG, അങ്ങനെ ഏത് ഫോർമാറ്റിലുള്ള ഇമേജ് ഫയൽ ആണെങ്കിലും IM-READ എന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്ത് നമുക്ക് മാറ്റ്ലാബിലേക്ക് ആ ഇമേജിനെ റീഡ് ചെയ്യാൻ പറ്റും. സോ അതാണ് IM-READ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ. നെക്സ്റ്റ് വണ്ണാണ് IM-SHOW. IM-SHOW മീൻസ് ഈ ഇങ്ങനെ റീഡ് ചെയ്തെടുത്ത ഇമേജസിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അതിന് യൂസ് ചെയ്യുന്നൊരു കമാൻഡ്, ഒരു ഇൻസ്ട്രക്ഷനാണ് IM-SHOW എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് IMAGE-SC. സോ ഇത് സ്കെയിൽ ആൻഡ് ഡിസ്പ്ലേ പർപ്പസിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ഇമേജ് നമ്മൾ റീഡ് ചെയ്തു, അതിന് ഇനി സ്കെയിലിംഗ് ചെയ്യണം ആൻഡ് ഡിസ്പ്ലേ ചെയ്യണം. സ്കെയിലിംഗ് പർപ്പസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഫങ്ഷൻ യൂസ് ചെയ്യുക. നെക്സ്റ്റ് വണ്ണാണ് കളർ ബാർ. കളർ ബാർ യൂസ് ചെയ്താൽ നമുക്ക് ആ ഇമേജിൻ്റെ കളർ ബാർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡിസ്പ്ലേ ആവും ഈ ഒരു ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്താൽ. ദെൻ നെക്സ്റ്റ് വൺ IMF-INFO. സോ IMF-INFO ഓഫ് ആൻ ഇമേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ, ഇപ്പോൾ അതിൻ്റെ ഫയൽ സൈസ് എത്രയാണ്, അത് ഏത് ഫോർമാറ്റിലുള്ള ഇമേജാണ്, വിഡ്ത്ത്, ഹൈറ്റ്, അതിൻ്റെ കളർ ടൈപ്പ്, റെസൊല്യൂഷൻ യൂണിറ്റ്, പ്ലാനർ കോൺഫിഗറേഷൻ, ഓറിയൻറ്റേഷൻ, അങ്ങനെ ആ ഇമേജിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇതൊക്കെയാണ് ഇമേജ് പ്രോസസ്സിങ്ങിന് മാറ്റ്ലാബിൽ യൂസ് ചെയ്യുന്ന പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ്. സോ ഇനി നമ്മൾ എങ്ങനെയാണൊരു ഇമേജ് മാറ്റ്ലാബിലേക്ക് റീഡ് ചെയ്യുന്നത് നോക്കാം. സോ മാറ്റ്ലാബ് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ എഡിറ്റർ വിൻഡോയിൽ നമുക്ക് പുതിയൊരു സ്ക്രിപ്റ്റ് ഫയൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാനുണ്ട്. സോ ന്യൂ സ്ക്രിപ്റ്റ്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പുതിയൊരു എഡിറ്റർ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. സോ നമ്മൾ എപ്പോഴും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് CLC, ക്ലിയർ ഓൾ, ക്ലോസ് ഓൾ, ഈ 3 ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുക. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മുമ്പ് യൂസ് ചെയ്ത വേരിയബിൾസോ അല്ലെങ്കിൽ വാല്യൂസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ മാറ്റ്ലാബിൽ ഓൾറെഡി ഒരുപാട് ഇമേജസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്തുള്ള കുറച്ച് ഇമേജസ് ഞാൻ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സോ ഞാൻ ഫസ്റ്റ് ഒരു വേരിയബിൾ അസൈൻ ചെയ്തു, ഇമേജ് ഈക്വൽ ടു ഒരു ഇമേജ് എനിക്ക് റീഡ് ചെയ്യണം. അപ്പോൾ IM-READ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തു. IM-READ ഓഫ്, നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ദെൻ സിംഗിൾ കോട്ട്സിനകത്താണ് നമ്മൾ ഇമേജിൻ്റെ നെയിം ടൈപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ മാറ്റ്ലാബിനകത്ത് pout.tiff ഫോർമാറ്റിലുള്ള ഒരു ഇമേജ് ഉണ്ട്, അതൊന്ന് റീഡ് ചെയ്യാം. ഓക്കെ, സോ ഇനി നമ്മൾ റൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പ്രോഗ്രാം സേവ് ചെയ്യണം. സേവ് നമ്മൾ കമാൻഡ് വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമേജിനകത്തുള്ള കംപ്ലീറ്റ് പിക്സൽ വാല്യൂസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന മെട്രിക്സ് കണ്ടോ,
291/240 ഫോർമാറ്റിലുള്ളൊരു അൺസൈൻഡ് ഇൻഡിജർ 8 ബിറ്റ് അൺസൈൻഡ് ഇൻഡിജർ ഈ ഒരു ഫോർമാറ്റിൽ കിടക്കുന്ന ഒരു മെട്രിക്സ് ആണ്. അതിനകത്തുള്ള കംപ്ലീറ്റ് ഇൻറ്റൻസിറ്റി വാല്യൂസ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ IMRead എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു ഇമേജിനകത്തുള്ള ഇൻറ്റൻസിറ്റി വാല്യൂസ് ആണ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഇമേജ് ഡിസ്പ്ലേ ചെയ്യണം അല്ലേ. ഈ ഇമേജ് ഏതാ നമുക്കറിയില്ല. സോ ഇമേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് IMShow എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ IMShow ഓഫ് നമ്മളിപ്പോൾ ഇമേജിന് ആ ഒരു ഇമേജിന് ഇവിടെ ഇമേജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ IMShow ഓഫ് ഇമേജ് എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുക. കണ്ടോ, ഇപ്പം നമ്മുടെ ഇമേജ് ഈ ഒരു ടിഫ് ഫോർമാറ്റിലുള്ള മാറ്റ്ലാബിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇമേജാണിത്. അത് ഡിസ്പ്ലേ ആയി വന്നു. സോ ഇങ്ങനെയാണ് നമ്മളൊരു ഇമേജ് റീഡ് ചെയ്യുക ആൻഡ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇതിനകത്ത് ഉള്ള കുറച്ച് ഇമേജസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. ആ ഇമേജസിൻ്റെ പേരും അതിൻ്റെ ഫോർമാറ്റ്സ് ഒക്കെ ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. സോ ഇപ്പോൾ ഇത് pout.tiff ഫോർമാറ്റിലുള്ളൊരു ഇമേജാണ്. വേറെ ഒരു ഇമേജ് ഉള്ളത് peppers.png എന്ന് പറഞ്ഞിട്ടൊരു ഇമേജ് ഉണ്ട്. സോ ഇതാണ് PNG ഫോർമാറ്റിലുള്ള വേറൊരു ഇമേജ്. ഓക്കെ, ദെൻ trees.tiff. ഓക്കെ, പിന്നെ വേറൊരു ഇമേജ് ഉള്ളത് coins.png ഉണ്ട്. ഓക്കെ, ദെൻ വേറെ ഒരെണ്ണം cameraman.tiff എന്ന് പറഞ്ഞിട്ടൊരു ഇമേജ് ഉണ്ട്. ഇതൊക്കെ മാറ്റ്ലാബിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഇമേജാണ്. അതാണ് ഇപ്പോൾ നമ്മൾ റീഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തത്. സോ ഈ ഇമേജസ് ആവില്ല നമ്മൾ നമ്മുടെ എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റിന് യൂസ് ചെയ്യുന്നത്. സോ ആ ഇമേജസിനെ എങ്ങനെ റീഡ് ചെയ്യാമെന്ന് നോക്കാം. അത് ഞാൻ പറഞ്ഞു ഓൾറെഡി, നമ്മൾ യൂസ് ചെയ്യുന്ന ഇമേജസ് ഒരു ഫോൾഡറിലാക്കി സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും നമുക്ക്. ഞാനിപ്പോൾ കുറച്ച് ഇമേജസ് ഇതുപോലെ ഒരു ഫോൾഡറിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിൽ ഒരു ഇമേജിനെ റീഡ് ചെയ്യണം. അപ്പോൾ സിമ്പിളാണ്. നമ്മളിപ്പോൾ ഈ ഒരു ഇമേജാണ് റീഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിൻ്റെ പാത്ത് സെലക്ട് ചെയ്യാം. ദെൻ ആ ഇമേജിൻ്റെ പേര് ടൈപ്പ് ചെയ്യാം. JPG ഫോർമാറ്റിലുള്ളൊരു ഇമേജാണ്. സോ റൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഇമേജ് ഇവിടെ ഡിസ്പ്ലേ ആവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇമേജസ് നമുക്ക് ഇതുപോലെ മാറ്റ്ലാബിലേക്ക് റീഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഞാൻ പാത്തൊക്കെ സെലക്ട് ചെയ്തു, അതിനേക്കാൾ എളുപ്പമായിട്ട് വേറൊരു രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മളെ ടൂൾ ബോക്സ് റിബണിൽ ഒരു ഐക്കൺ കാണാനുണ്ട്, ബ്രൗസ് ഫോർ ഫോൾഡർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് എൻ്റെ ഇമേജസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഞാൻ ഇമേജസ് സ്റ്റോർ ചെയ്ത ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ദെൻ നമുക്ക് അപ്പോൾ അതിനകത്ത് ഒന്നും കാണാൻ സാധിക്കില്ല. പക്ഷെ ഇവിടെ സെലക്ട് ഫോൾഡർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അത് ക്ലിക്ക് ചെയ്യാം. ആ സമയത്ത് നമ്മുടെ ആ ഒരു ഫോൾഡറിനകത്തുള്ള എല്ലാ ഡാറ്റാസും, ഇപ്പോൾ ഇമേജസ് ആയാലും വീഡിയോസ് ആയാലും എന്താണെങ്കിലും അത് നമ്മുടെ കറണ്ട് ഫോൾഡറിലേക്ക് ബ്രൗസ് ചെയ്ത് വന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ബ്രൗസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ജസ്റ്റ് ആ ഇമേജിൻ്റെ
നെയിം മാത്രം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ car.jpg എന്ന് പറഞ്ഞ ഇമേജ് എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. സോ ജസ്റ്റ് ആ ഇമേജിൻ്റെ നെയിം മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്തു, car.jpg. ദെൻ റൺ ചെയ്യാം. കേട്ടോ, അപ്പോൾ നമുക്ക് ആ ഇമേജ് ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വന്നു. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് ഇവിടെയുള്ള എല്ലാ ഇമേജസും ഒറ്റൊരു സിംഗിൾ ഫ്രെയിമിൽ ഡിസ്പ്ലേ ആയിട്ട് വരണം. സോ നമുക്ക് അതിന് വേണ്ടി സബ്പ്ലോട്ട് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യാം. അപ്പോൾ അതും കൂടെ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. സോ ഫസ്റ്റ് ഇമേജ് ഇപ്പോൾ car.jpg വന്നു. സോ അത് നമുക്ക് സബ്പ്ലോട്ട് യൂസ് ചെയ്ത് എങ്ങനെ പ്ലോട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ 2,2,1 സോ ആ ഇമേജ് ഞാൻ വേറൊരു ഇമേജ് ഇതുപോലെ റീഡ് ചെയ്യണം. ഇപ്പോൾ flower.jpg അടുത്ത ഇമേജ്. സോ വേണമെങ്കിൽ ഇതിന് നമുക്ക് ടൈറ്റിലൊക്കെ കൊടുക്കാം കേട്ടോ. ടൈറ്റിൽ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ടൈറ്റിൽ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ കാർ അല്ലെങ്കിൽ വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, സോ ഫ്ലവർ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഇമേജ് ഉണ്ട്, അതും ഇതുപോലെ ടൈറ്റിലൊക്കെ കൊടുക്കാം. ദെൻ നെക്സ്റ്റ് വേറൊരു ഇമേജാണ് human.jpg. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് നോക്കാം. ഒരു ഇമേജ് കൂടി ഡിസ്പ്ലേ ചെയ്യാം. റൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കണ്ടോ നമ്മുടെ എല്ലാ ഇമേജസും ഒരു സിംഗിൾ ഫ്രെയിമിൽ നമ്മൾ റീഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാറ്റ്ലാബിൽ ഒരു ഇമേജ് റീഡ് ചെയ്യുക ആൻഡ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് മാറ്റ്ലാബിലേക്ക് എങ്ങനെ ഒരു ഇമേജ് റീഡ് ചെയ്യാം, അതെങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം, പിന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി വാല്യൂസൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ്. സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഇമേജ് പ്രോസസ്സിങ്ങിനകത്ത് യൂസ് ചെയ്തപ്പോൾ ഇമേജ് എങ്ങനെ റീസൈസ് ചെയ്യാം, ഇമേജ് അക്വിസിഷൻ, ഇമേജ് എൻഹാൻസ്മെൻറ്റ്, അപ്പോൾ ആ പ്രോസസ്സൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. എനിവേ താങ്ക് യു.